ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അറബിക് കാലിഗ്രാഫിയിലെ ക്ലാസ് 3-ാമത്തെ ക്ലാസ്സിലേക്കാണ്. ക്ലാസ് 1ഉം 2ഉം കാണാത്തവരാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടാം. അത് നോക്കി നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ അലിഫ് പഠിച്ച്, ബാഹ് പഠിച്ച്, താ സാഹ് പഠിച്ച്, ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജീമാണ്. ജീം, ഹാഹ്, ഹാ എങ്ങനെ എഴുതുക എന്നുള്ളതാണ്. ഈ മൂന്നും ഒരുപോലെ തന്നെയാണ് എഴുതുക. അപ്പോൾ അതിൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് വരാം. മുകളിൽ 5 നുക്തയും അടിയിൽ 7.5 നുക്തയുമാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇനി സ്കെയിൽ ഉപയോഗിച്ച് അടിയിലും മുകളിലൊക്കെ ഇതുപോലെ വരയ്ക്കുക. ഇനി ലാസ്റ്റത്തെ നുക്തൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വളഞ്ഞുകൊണ്ട് കൊണ്ടുവരണം കേട്ടോ. ചെറിയ ഒരു വളവ് വേണം. ഈ ജീമിൻ്റെ ഇവിടെ എത്തുമ്പോൾ നമ്മൾ തിന്നായിട്ടാണ് വരയ്ക്കേണ്ടത്. അവിടെ കുറച്ച് കട്ടില്ലാതെ വന്നിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് വളച്ച് കൊണ്ടുവരികയാണ് കേട്ടോ. ഇനി മുകളിൽ നിന്നും 2 നുക്ത അടയാളപ്പെടുത്തിയിട്ട് ഈ ജീമിൻ്റേത് അതിലൂടെയാണ് വളച്ച് കൊണ്ടുവരേണ്ടത്. 2 നുക്ത ആദ്യം തന്നെ അടയാളപ്പെടുത്തണം. എന്നിട്ട് ഇതുപോലെ വളച്ച് കൊണ്ടുവരണം. ഇനി ജീമിൻ്റെ മുകളിലായിട്ട് ഇതുപോലെയുള്ള ഇങ്ങനെയാണ് വരയ്ക്കണത് കേട്ടോ. ജീമിൻ്റെ മുകളിൽ 1 നുക്ത അടയാളപ്പെടുത്തണം. അതിൻ്റെ ഉള്ളിൽ 1 നുക്തക്കുള്ള ഒരു സ്പേസ് വേണം. പിന്നെ ഈ സൈഡിലും ഓരോ നുക്തക്കുള്ള സ്പേസ് ഉണ്ടാവും. പിന്നെ അതേപോലെ ഇതും തമ്മിൽ 5.5 നുക്ത വരണം കേട്ടോ. 5.5 നുക്ത തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടാവും. ഇതും തമ്മിൽ 5.5 നുക്തയാണ് വരേണ്ടത്. ഇനി ജീമിൻ്റെ ഉള്ളിൽ 5 നുക്തക്കുള്ള സ്പേസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ 5 നുക്ത രേഖപ്പെടുത്തിയിട്ട് ഈ 5 നുക്ത തന്നെ ഉണ്ടാവണം കേട്ടോ. കുറയാനും പാടില്ല, കൂടാനും പാടില്ല. ഈ നടുവത്തെ നുക്തയുടെ മുകളിൽ 1 നുക്തക്കും അടിയിൽ 1 നുക്തക്കുള്ള സ്പേസ് വേണം കേട്ടോ. അപ്പോൾ ജീമിൻ്റെ നടുവിൽ മേലെ 1 നുക്തിയും അടിയിൽ 1 നുക്തിക്കുള്ള ഒരു സ്പേസ് ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ജീമും ഹാവും ഹാവും എഴുതുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പിന്നെ കാണാം. ബൈ ബൈ.